Hi students, ഞാൻ ഇന്ന് +1 സെറ്റ് എന്ന ചാപ്റ്ററിലുള്ള യൂണിയൻ ഇൻ്റർസെക്ഷൻ ഡിഫറൻസ് ഇതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഒപ്പം അതിൻ്റെ തന്നെ വെൻ ഡയഗ്രാമും ഞാൻ ഓൾറെഡി ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ യൂണിയൻ ബി എന്നാണ്. അപ്പം ഇവിടെ എൻ്റെ സെറ്റിൻ്റെ അകത്ത് 1, 2, 3, 4, 5, 6 എന്ന എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതുപോലെ ബി സെറ്റിൻ്റെ എലമെൻറ്റ് 4, 5, 6, 7, 8 ആണ്. അപ്പം എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ വേറെ ഒന്നും ചെയ്യാനുള്ള മക്കളെ എന്ത് ചെയ്യാം, എൻ്റെയും ബിൻ്റെയും എല്ലാ എലമെൻറ്റ്സും അങ്ങോട്ട് എഴുതി കൊടുത്താൽ മാത്രം മതി. അതിൽ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കോമൺ ആയിട്ട് വരുന്ന നമ്പർ, അതായത് എൻ്റെയും ബിയിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ റിപ്പീറ്റഡ് ആയിട്ട് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഏതാണ്, ഇതാണ് എ യൂണിയൻ ബി. അതിൻ്റെ തന്നെ വെൻ ഡയഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എൻ്റെ സെറ്റ് തന്നിട്ടുണ്ട്, ബീൻ്റെ സെറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് മൊത്തത്തിലുള്ള എന്ത് വരും, എലമെൻറ്റ്സ് ഇതിനകത്ത് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എൻ്റെ എലമെൻറ്റിലുള്ളതും ബി എലമെൻറ്റിലുള്ളതും കോമൺ ആയിട്ട് വരുന്ന നമ്പർ മാത്രമേ നമ്മൾ എടുത്ത് എഴുതാൻ പാടുള്ളൂ. അതായത് ഇവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 4 എൻ്റെ സെറ്റിലും ബീൻ്റെ സെറ്റിലും ഉള്ളതാണ്. അതേപോലെ 5 എൻ്റെയിലുണ്ട്, ബീൻ്റെ സെറ്റിലും ഉണ്ട്. അതേപോലെ 6 എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതേണ്ടത്, അതിൻ്റെ തന്നെ വെൻ ഡയഗ്രാം വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സെറ്റും ബീൻ്റെ സെറ്റും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഈ 4, 5, 6 ആണ്. അപ്പോൾ നമ്മൾ ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ മാത്രമാണ്. ഡിഫറൻസ് എ ഡിഫറൻസ് ബി എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ബിയിലുള്ള എലമെൻറ്റ് എയിലേക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ബിയിലുള്ള 4 എന്ന് പറയുന്നത് എയിലുണ്ട്, 5 എന്ന എലമെൻറ്റ് എയിലുണ്ട്, 6 എന്ന് പറയുന്ന എലമെൻറ്റും എയിലുണ്ട്. അപ്പോൾ നമുക്ക് ആ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് ഒഴികെ ബാക്കി നമ്പർ എയിലുള്ളത് എഴുതി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ വെൻ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരാം, ഈ എൻ്റെ ഈ ഭാഗം മാത്രമായിരിക്കും നമുക്ക് വരാം. ബി ഡിഫറൻസ് എ എന്ന് പറയുമ്പോൾ എൻ്റെ അകത്തുള്ളത് ബിയിലേക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. പിന്നെ ബിയിൽ ഏതാണ് വരുന്നത്, 7ഉം 8ഉം മാത്രമാണ് ബീൻ്റെ എലമെൻ്റായിട്ട് വരുന്നത്. അപ്പോൾ ബി ഡിഫറൻസ് എ എന്ന് പറഞ്ഞാൽ 7ഉം 8ആണ്. അങ്ങനെയെങ്കിൽ വെൻ ഡയഗ്രാമിലത് ഏത് ഭാഗമായിരിക്കും നമുക്ക് വരാം, ഈ ഒരു ഭാഗം മാത്രമേ വെൻ ഡയഗ്രാമിൽ ഷെയ്ഡഡ് പാർട്ടായിട്ട് ബി ഡിഫറൻസ് എയിൽ വരികയുള്ളൂ. ഇതാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു.